മാന്നാട് എരമത്തൂർ ഭാഗത്തുള്ള കല എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഡോക്ടർ ഓഫ് ചേലക്കൽ മീനത്തെരു ഹൗസ്. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നുള്ളതും അവർ 2008-2009 കാലഘട്ടത്തിൽ ഇവിടുന്ന് മിസ്സിംഗ് ആണെന്നുള്ള ഒരു രഹസ്യ ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് അത് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ മിസ്സിംഗ് ഒരു FIR ഇടുന്നത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടതിന് ശേഷം അത് മാന്നാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടേക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിലാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് നമ്മളിന്ന് കാര്യങ്ങൾ സെർച്ച് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണിപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ FIR ഇടുന്നുണ്ട് മർഡർ കേസിന്. ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫർദർ പ്രൊസീഡ് അനുസരിച്ചിട്ട് ഫർദറായിട്ട് ഇൻഫർമേഷൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എത്ര പേര് കസ്റ്റഡിയിലുണ്ട്? ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും? അവരുടെ പേരാണ്. അപ്പോൾ അവരെ ഈ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് കസ്റ്റഡി എടുത്തത്. 5 പേരാണ്. അതെ, 5 പേര്. എങ്ങനെ കൊല ചെയ്യപ്പെട്ടു അത്രയും കാര്യങ്ങളുള്ളത്? ഇല്ല, അത്രയും ഡീറ്റെയിൽസൊന്നും നമുക്കിപ്പം സ്ഥിരീകരിച്ച് പറയാൻ മാത്രമായിരിക്കും. ഈ 5 പേരും ഈ ഭർത്താവ് സുനിലിന്റെ ബന്ധുക്കളാണോ സുഹൃത്തുക്കളാണോ, എങ്ങനെയാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്? അത് പല രീതിയിലുള്ള കണക്ഷൻസ് ആണ്. അങ്ങനെ എല്ലാവരും തമ്മിൽ ഒരേ രീതിയിലുള്ള അറിയുന്ന ആൾക്കാരാണ്. ഈ സുനിലിന്റെ ഏതെങ്കിലും അനിലിനെ നമ്മൾ സംശയിക്കുന്നുണ്ടോ? അനിലിനെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങൾ ഈ ഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ സംശയിക്കുന്നുണ്ട്. പിന്നെ അയാളെ അവിടെ കൊണ്ടുവരുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊലപാതകം എന്തിനു വേണ്ടി നടന്നു? ഇങ്ങനെ ഒരു പ്രാഥമികമായ ഒരു വിവരം ഉണ്ടാവുമല്ലോ പോലീസിന്, അതെന്താണ്? പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ, അപ്പം എങ്ങനെയാണെന്നാണ്? അല്ല, നമുക്കിപ്പോൾ സോഫാർ നമുക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലാണ്ട് വേറൊരു ഇഷ്യൂസും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ഇന്ന് അവിടെ പരിശോധന നടത്തിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ? എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പം മർഡറിന് FIR ഇടുന്നത്. പക്ഷേ നമുക്കത് എവിഡൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പം 15 വർഷക്കാലമായി, അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചയിൽ ഒരുപാട് എവിഡൻസ് കിട്ടിയതായിട്ട് കാണുന്നില്ല. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചതായിട്ട് കരുതുന്നുണ്ട് ഈ സെപ്റ്റിക് ടാങ്കിലൊക്കെ? അത് ഉണ്ടാവാം. അതിന് പരിശോധിക്കാൻ വേണ്ടി സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ടോ? നമുക്ക് നോർമലി നമ്മളൊരു മർഡർ കേസിലോട്ട് എടുക്കുന്ന കുറേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ എവിഡൻസുകളുണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള കേസായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നതും നമ്മൾ അതിനകത്തൊരു ഡെഫിനറ്റായിട്ടൊരു ചാലഞ്ചുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഈ ഒരു വീട്ടിലാണ് ഈ ബോഡി കൊണ്ടുപോയിട്ട് മറവിയ ഒരു സെപ്റ്റിക് ടാങ്ക്. അപ്പോൾ ഈ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ സ്വാഭാവികമായിട്ട്? അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഈ പറഞ്ഞതുപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു, അതേപോലെ തന്നെ അന്ന് അവിടെ പ്രസൻ്റ് ആണോ ആക്ഷൻ ആണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് കൺഫേംഡ് ആയിട്ട് കാണാതായ ഘട്ടത്തിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതെ, ആ സമയത്ത് മിസ്സിംഗ് രജിസ്റ്റർ ചെയ്തില്ല. ഈ വിവരം കിട്ടിയതിന് അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് ഇവിടെ. അതെപ്പോഴായിരുന്നു ഈ വിവരം നമുക്ക് ലഭിക്കുന്നത്? വിവരം കിട്ടിയിട്ട് കുറച്ചായി, ഡേറ്റ് പറഞ്ഞില്ല. ഇവിടെ ഈ പരാതി ഇങ്ങനെ ഒരു 15 വർഷം മുമ്പുള്ള ഒരു കേസ് സംബന്ധിച്ചൊരാളുടെ വിവരം പറയുന്നത്. അപ്പം അതിന് സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണോ അതോ അതിനകത്ത് എന്തെങ്കിലും ആ ഒരു കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിരുന്നോ? കാരണം ഇത്രയും പഴക്കമുള്ളൊരു കേസ് അന്വേഷിക്കാൻ നമ്മളൊരു മുൻകൈ എടുക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അല്ല, അതിനൊരു സ്പെഷ്യൽ ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇൻഫർമേഷൻ ഏറ്റവും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള എവിഡൻസ് പോലും ചിലപ്പോൾ ഇല്ലാണ്ടായി പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു ടീമിനെ വെച്ചിട്ടാണ് അമ്പലപ്പുഴയും തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ളൊരു ഇപ്പം FIR ഇട്ടതിനും മറ്റേ ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട്. അല്ല മാഡം, നമ്മൾ ഈ 15 വർഷം മുമ്പ് നടന്നൊരു കൊലപാതകം, അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്? നമുക്ക് അതിനകത്തേക്ക് കൃത്യമായി പോകാൻ പറ്റുന്നൊരു അത്രയും വെൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വിശ്വസനീയമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ കൺഫർമേഷനാണ്. അതെ മാഡം, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇവർ ഈ പറഞ്ഞു വന്നിരുന്ന ഒരു കഥ, എല്ലാ നാട്ടിൽ വന്നിരുന്ന ഒരു കഥ 15 വർഷങ്ങൾക്ക് 16 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളുമായി പോയി സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ട് പോയി എന്നൊരു കഥയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവരെ ബന്ധപ്പെട്ടിരുന്നു, വിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് പക്ഷേ അതിനുശേഷം വീണ്ടും ഈ അനിൽകുമാർ വിവാഹം കഴിക്കുന്നു. അങ്ങനൊരു സംശയങ്ങളുടെ ഘട്ടമൊക്കെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു.
അന്ന് പക്ഷേ 15 കൊല്ലം മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ടുകൂടി നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയതായിട്ടില്ല. ഇനി ആ കാലത്ത് അങ്ങനെ ഒരു പരാതി റേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം അത് പറഞ്ഞ് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് മാഡം ഈ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, പുറകെപ്പെടാൻ സാധ്യത ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത്. അതിൻ്റെ സോഴ്സിൻ്റെ ഇൻഫർമേഷൻ സോഴ്സ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആ സോഴ്സിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് പക്ഷേ ഈ കൊലപാതകി അഞ്ച് തന്നെയാണെന്നാണോ നമ്മൾ സംശയിക്കുന്നത്? നമ്മളുടെ നിഗമനം